സഹോദര സഹോദരി, മരണമെന്ന് പറയുമ്പോൾ മരിച്ചുപോകുന്ന വ്യക്തി മരിച്ചുപോകുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്നതായ വ്യക്തികൾക്ക് ഒറ്റപ്പെടലും വലിയ ദുഃഖവുമാണ് അത് അവശേഷിപ്പിച്ചിട്ട് പോകുന്നത്. അത് ഇന്നുള്ള കാര്യമല്ല. മനുഷ്യൻ ജനിച്ച അന്നു മുതൽ ഇന്ന് വരെയും ഏത് കുടുംബത്തിലാണെങ്കിലും മരണം സംഭവിച്ചാൽ ആ കുടുംബക്കാർക്ക് ബാക്കിയാകുന്നത് ദുഃഖവും വേദനയും ആകുലതയുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ നൽകുന്നതായ സന്ദേശം ശാന്തിയുടെ സന്ദേശമാണ്. എന്താണത്? യേശുക്രിസ്തു മരിച്ചതായ കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങൾ പൂശേണ്ടതിനു വേണ്ടി ആ സ്ത്രീകൾ കടന്നു വന്നപ്പോൾ, എന്നാൽ ആ സ്ത്രീകളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതായ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ദുഃഖിക്കേണ്ട, കരയേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ കണ്ണുനീരൊഴുക്കേണ്ട എന്ന് പറയുകയാണോ? ദുഃഖിക്കേണ്ട എന്നാണോ പറയുന്നത്? ഭാരപ്പെടേണ്ട എന്നാണോ പറയുന്നത്? യേശുക്രിസ്തുവിനെ കൊന്നിരിക്കുകയാണ്. യേശുക്രിസ്തു മരിച്ചു പോയിരിക്കുകയാണ്. യേശുക്രിസ്തു ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നു. ഇപ്പോൾ കരയേണ്ടതെന്നാണോ പറയുന്നത്? യെസ്, കരയേണ്ടതായ കാര്യമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? യേശു കർത്താവ് ക്രൂശിൽ കിടന്ന സമയത്ത് അവൻ 7 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 6-ാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇതാ സകലതും നിവർത്തിയായിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞതായ 6-ാമത്തെ മൊഴി, ഇതാ സകലതും നിവർത്തിയായിരിക്കുന്നു. യേശു കർത്താവ് നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലളിതമായി പറഞ്ഞാൽ, എൻ്റെ പ്രവൃത്തി പൂർത്തിയായിരിക്കുന്നു, എൻ്റെ പ്രവൃത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന മഹാപുരോഹിതനും അതുപോലെ മറ്റുള്ളതായ അധികാരികളും എന്താണ് വിചാരിച്ചത്? അവൻ്റെ കഥ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ കഥ കഴിഞ്ഞുവെന്ന്. ദൈവജനത ശ്രദ്ധിക്കൂ, യേശുക്രിസ്തുവിൻ്റെ കഥ കഴിഞ്ഞതല്ല. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. അതാണവൻ പറഞ്ഞത്. എന്നാൽ അവർ വിചാരിച്ചു യേശുക്രിസ്തുവിൻ്റെ കഥ കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ആ വെള്ളിയാഴ്ച ദിവസം യേശുക്രിസ്തുവിൻ്റെ കഥ കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, അവർ ഒരു കാര്യം മറന്നുപോയിരുന്നു. എന്താണെന്നറിയാമോ? ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശുക്രിസ്തു പറഞ്ഞതായ കാര്യം അവർ മറന്നിരുന്നു. ആ വെള്ളിയാഴ്ച ദിവസം അവർക്ക് ദുഃഖ ദിവസമായിരുന്നു. ആ വെള്ളിയാഴ്ച ദിവസം കണ്ണുനീരിൻ്റെ ദിവസമായിരുന്നു. ആ വെള്ളിയാഴ്ച അവർക്ക് വ്യസനത്തിൻ്റെ ദിവസമായിരുന്നു. അത് വേദനയുടെ ദിവസമായിരുന്നു. എന്നാൽ അവർ മറന്നുപോയിരുന്നു. അധികാരികൾ മറന്നുപോയിരുന്നു. സൈന്യം മറന്നുപോയിരുന്നു. എന്താണ്? യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ കാര്യം മറന്നുപോയിരുന്നു. അങ്ങനെ ഞായറാഴ്ച കടന്നു വന്നു. ഞായറാഴ്ച അതികാലത്തു തന്നെ ഇരുട്ടുള്ളപ്പോൾ യേശുക്രിസ്തു പറഞ്ഞതുപോലെ മരണത്തെ ജയിച്ചുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എല്ലാവരും വിചാരിച്ചു യേശുക്രിസ്തുവിൻ്റെ കഥ കഴിഞ്ഞുപോയി എന്ന്. എന്നാൽ അവർ മറന്നുപോയിരുന്നു ഞായറാഴ്ച കടന്നു വരുന്നുണ്ട് എന്നുള്ള സത്യം. ഞായറാഴ്ചയാകുമ്പോൾ യേശു കർത്താവ് മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കും എന്നത് മറന്നുപോയി. അവൻ പറഞ്ഞതുപോലെ തന്നെ ഉയർത്ത് എഴുന്നേൽക്കാനിടയായി. വെള്ളിയാഴ്ച ദുഃഖത്തിൻ്റെ വെള്ളിയാഴ്ചയായിരുന്നു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? വേദനയിലായിരിക്കുന്നവർ, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നു പോകുന്നവർ, എൻ്റെ കഥ കഴിയാൻ പോകുന്നുവെന്ന് വിചാരിക്കുന്നവർ, ഇനി എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും നമ്മുടെ മധ്യയിൽ ഉണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത. ആ ശുഭവാർത്ത എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും അനേകം ആളുകൾ കരുതി യേശുവിൻ്റെ കഥ കഴിഞ്ഞുവെന്ന്. ഇതോടുകൂടി അവൻ്റെ കഥ കഴിഞ്ഞുപോയി എന്ന് വിചാരിച്ചു. ഒരുപക്ഷെ നിന്റെ ജീവിതത്തെക്കുറിച്ചും നീ ചിന്തിക്കുന്നുണ്ടാകാം, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ കഥ കഴിയാൻ പോവുകയാണ്, ഇനി എനിക്ക് ജോലി തിരികെ കിട്ടുവാൻ കഴിയുകയില്ല, ഇനി ഈ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുകയില്ല, ഈ രോഗത്തിൽ നിന്ന് വിടുതൽ നേടുവാനായിട്ട് കഴിയുകയില്ല, ഇനിയും സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാവുകയില്ല, എൻ്റെ ജീവിതത്തിൽ ഇനിയും നല്ല ദിവസങ്ങൾ കാണുവാനായിട്ട് കഴിയുകയില്ല എന്നാലോചിച്ച് നീ വിഷമിക്കുകയാണെങ്കിൽ നിനക്കൊരു ശുഭവാർത്ത. എന്താണെന്നറിയാമോ? ഞായറാഴ്ച വരാൻ പോകുന്നു. നിന്റെ കണ്ണുനീരിനെ നൃത്തമാക്കി മാറ്റാൻ പോകുന്ന ദിവസം വരാൻ പോകുന്നു. നിന്നിലുള്ള ദുഃഖത്തെയും നിന്നിലുള്ള ആകുലതയും നിന്റെ നിലവിളിയെയെല്ലാം എടുത്തു മാറ്റുന്ന ദിവസം വരാൻ പോകുന്നു. യേശുക്രിസ്തു
ഞായറാഴ്ച ഉയർത്ത് എഴുന്നേറ്റു. ദൈവത്തിൻ്റെ ദൂതൻ നൽകുന്ന സന്ദേശം എന്താണെന്നറിയാമോ? സമാധാനത്തിൻ്റെ സന്ദേശമാണ്, ശാന്തിയുടെ സന്ദേശമാണ്. നീ കണ്ണുനീരൊഴുക്കേണ്ട കാര്യമില്ല. എന്നാൽ പ്രിയമുള്ള സഹോദര സഹോദരി, ഒരു കാര്യമറിയാമോ? ഈ ദിവസം മനുഷ്യൻ എന്തിനെ ഭയപ്പെട്ടില്ല എങ്കിലും മരണത്തെ അവൻ ഭയപ്പെടുന്നു. എനിക്ക് മരണത്തെ ഭയമില്ല എന്ന് എത്ര പേർ വെല്ലുവിളിച്ച് പറഞ്ഞാലും ആ മരിക്കേണ്ടതായ നിമിഷം കടന്നു വരുമ്പോൾ ഭയപ്പെടുവാൻ ഇടയാകും. എനിക്കിനി ജീവിക്കണമെന്ന് പറയും. എന്തുകൊണ്ടെന്നറിയാമോ? മരണത്തിൻ്റെ ശേഷം താൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയാത്തതുകൊണ്ടാണ്. മരണത്തിൻ്റെ ശേഷം തനിക്കെന്ത് സംഭവിക്കുന്നുവെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഇന്ന് മരണക്കിടക്കയിലായിരിക്കുന്നതായ ആളുകളെ ശ്രദ്ധിച്ചു നോക്കുക. അവരുടെ ഉള്ളിൽ വീണ്ടും ജീവിക്കണമെന്നുള്ളതായ ആഗ്രഹം ഉണ്ടായിരിക്കും. ഇനി ഒരു ദിവസം കൂടെ കിട്ടിയാൽ നല്ലതാണെന്ന് പറയും. എന്തുകൊണ്ടെന്നാൽ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണത്. മരണത്തിന് ശേഷം താൻ എവിടേക്കാണ് കടന്നു പോകുന്നത്? എൻ്റെ മരണക്കിടക്കയിൽ വെച്ച് ഞാൻ കണ്ണുകൾ അടച്ചാൽ ഞാൻ എവിടെ ചെന്ന് കണ്ണു തുറക്കും എന്നറിയാത്തത് കൊണ്ട് ഇത് മരണക്കിടക്കയിലായിരിക്കുന്നവരുടെ സ്വസ്ഥത കെടുത്തുന്നു. എന്നാൽ നിനക്കൊരു ശുഭവാർത്ത എന്താണെന്നറിയാമോ? നീ ആരാണെങ്കിലും നിന്നെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നതായ ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കേണ്ടതിനു വേണ്ടി നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് അവൻ സ്വർഗത്തെ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇതാണ് ആ ശുഭവാർത്ത. ഇന്ന് നീ വാർത്ത കേട്ടല്ലോ. ഇന്ന് നീ കർത്താവിനോട് അപേക്ഷിച്ചാൽ അവൻ നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്നെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച പാപികളായ മനുഷ്യർക്ക് വേണ്ടി നീ മരിച്ചു. ഞങ്ങൾക്ക് വരേണ്ടിയിരുന്ന സകല ശിക്ഷയും നീ അനുഭവിച്ചിരുന്നു. മനുഷ്യരായ ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അതിൻ്റെ പകരമായി നീ ഞങ്ങൾക്കായി ശിക്ഷ അനുഭവിച്ചു. മാനവരാശിയുടെ സകല പാപഭാരവും നീ ചുമക്കാനിടയായി. ഞങ്ങൾക്ക് വരേണ്ടിയിരുന്ന മരണശിക്ഷ നീ സ്വയം ഏറ്റെടുത്ത് മരിച്ചു. യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് ലോകം വിചാരിച്ചു അവൻ്റെ കഥ കഴിഞ്ഞു എന്ന്. എന്നാൽ അവൻ മരിച്ചതിന് ശേഷം അടുത്ത ഞായറാഴ്ച കടന്നു വന്നു. നീ സർവശക്തനായ ദൈവമാകൊണ്ട് മരണത്തിന് നിന്നെ ഒതുക്കുവാൻ കഴിയാത്തതുകൊണ്ട് നീ മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഈ കാലത്തും നിന്റെ കല്ലറ തുറന്നു തന്നെ കിടക്കുന്നു. കാരണം ആ കല്ലറയിൽ നീ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നീ ഇന്നും ജീവിക്കുന്നതായ ദൈവമാണ്. ജീവിക്കുന്നവനായ മനുഷ്യന് ജീവനുള്ള ദൈവം വേണം. ആ ജീവനുള്ള ദൈവമായി നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നീ എങ്ങനെയാണോ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്, അതുപോലെ തന്നെ നിന്നിൽ വിശ്വസിക്കുന്നതായ ആളുകളും അവർ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നീ അവർക്ക് വാഗ്ദത്തം കൊടുത്തുവല്ലോ. നീ ആയിരിക്കുന്നിടത്ത് ഞങ്ങളും ആകേണ്ടതിന് നീ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തെ ഒരുക്കുകയാണല്ലോ. അതായത് ആരാണെങ്കിലും ശരി, ഈ ലോകത്തിലുള്ള ആരാണെങ്കിലും നിന്നിൽ വിശ്വസിച്ചാൽ മതി. നീ നൽകുന്നതായ ക്ഷമ നേടിയെടുത്താൽ മതി. സ്വർഗത്തെ നേടിയെടുക്കുവാനും കഴിയും. അതിനുള്ള കൃപ കർത്താവ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതായ സകല വ്യക്തികൾക്കും കൊടുക്കുമാറാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.